എന്താണ് നീ ഇതുവരെയായിട്ടും പാത്രം വെച്ച് കഴുകി കഴിഞ്ഞില്ലേ? നീ രാവിലെ തുടങ്ങിയ പണിയാണല്ലോ. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റാണല്ലോ. അത് ഇപ്പോഴാണ് പാത്രം വെച്ച് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് എന്തെടുക്കുവാണ് നീ ഇത്ര നേരമായിട്ട്? അതെ, ഞാൻ ഒരാളെ ഉള്ളൂ. എനിക്ക് 2 കയ്യേ ഉള്ളൂ. രാവിലെ എന്തൊക്കെ പണി ഞാൻ ചെയ്തു? ചോദ്യത്തിന് മനസാക്ഷി ഇല്ലടോ. ഇവൾ ഒരു തരത്തിലും വഴങ്ങുന്നില്ലല്ലോ. പണി കൊടുക്കാം. നീ രാവിലെ കഞ്ഞി വെച്ചാ? എനിക്ക് വിശക്കുന്നു. കഞ്ഞി വെക്കാൻ പറഞ്ഞപ്പോഴേ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. അടുത്ത് ദോശ ഉണ്ടാക്കിയ? ദോശ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ ചൂടുവെള്ളം കിടന്നു. എന്നിട്ട് ചൂടുവെള്ളം നീ ഉണ്ടാക്കിയ? അതെ, ഓരോരോ പണി ഇങ്ങനെ പറഞ്ഞോടുന്ന ഒരു പണിയും നടക്കൂല. ഞാൻ ഒരാളെ ഉള്ളൂ. എടി എനിക്ക് വിശക്കുന്നടി. വിശക്കുന്നെങ്കിൽ കവന്തടിച്ച് അവിടെ കിടക്ക്. മിണ്ടാതെ വാവൂട്ടി കിടന്നാ ഞാൻ എല്ലാം ഉണ്ടാക്കി തരാം. അല്ലാതെ എന്നെ ടോർച്ചർ ചെയ്താൽ ഞാനൊന്നും ഉണ്ടാക്കൂല. ഞാൻ അടക്കള അങ്ങ് അടച്ചു കൂട്ടും. ഒരാളും സഹായിക്കാൻ വരത്തും ഇല്ല. കിടന്ന് കൽപ്പിച്ചോണ്ടിരിക്കുന്ന ഇതാളും ഉള്ളല്ലോ. വേണമെങ്കിൽ മതി. അപ്പൊ ഞങ്ങൾ രാവിലെ അടി തുടങ്ങി. ചേച്ചി അമ്മയെ വിളിച്ചോണ്ട് പോവാ. ഞാൻ അപ്പനെ വിളിച്ചോണ്ട് പോവാം. ഓക്കെ. അതൊന്നും എനിക്കറിയില്ല. 1/2 മണിക്കൂറിനുള്ളിൽ എനിക്ക് ചോറും കറി റെഡി ആയിരിക്കണം. പറഞ്ഞ മനസ്സിലാലോ? ഇതുണ്ടല്ല കറിയായി. രാവിലെ ഓരോരോ പണികൾ തീർക്കും. ഓരോ ചെയ്യുമ്പോ വിളിക്കും, ചായ എന്ന് പറഞ്ഞു. ആ ചായ കൊടുത്തിട്ട് വിടാം, ചൂടുവെള്ളം. അപ്പൊ മക്കൾ അവിടെ നിന്ന് ഒരാളുണ്ട് കിടന്ന് മാടമ്പ കഷ്ടം. എന്ത് പറ്റിയെന്നാ? രാവിലെ തുടങ്ങി നിന്റെ അപ്പന്റെ ഒച്ചപ്പാടോ മറ്റു വെപ്രാളം ചാഞ്ചിയിടാൻ പോരാ. കടലും കൊണ്ട് കാലും കൊള്ളി മറ്റിന്റെ. എന്തുകൊണ്ട് നിന്റെ അപ്പന്റെ സ്വഭാവം എന്ന് മാറും? അപ്പന്റെ സ്വഭാവം മമ്മിക്ക് അറിയാലോ. അപ്പൊ മമ്മി ഒന്നും മിണ്ടാതിരുന്നാ പോരെ, അപ്പൊ പ്രശ്നം തീരൂലേ? ഞാൻ എത്ര മിണ്ടാതിരുന്നാ നോക്കിയാലും നിന്റെ അപ്പ അതിൽ കോളിട്ട് ഇളക്കിക്കൊണ്ട് കല്ലുപിടിക്കാൻ പറ്റില്ല. ഞാൻ എന്ത് പറയാനാ? എത്ര ഒഴിഞ്ഞു പറയാലോ. പുറകെ വന്ന് ടോർച്ച് ചെയ്തോണ്ടിരിക്കും. നിങ്ങൾ എന്തെങ്കിലും കാണിക്കരുത്. പിന്നെ ഞങ്ങളും നിങ്ങളെ കണ്ടാണ് പഠിക്കണത്. നാളെ പിന്നെ ഞങ്ങളും നിങ്ങളെ പോലെ ചെയ്തിട്ട് പിന്നെ എടി അങ്ങനെ ചെയ്യല്ലേടി, എടി ഞാൻ ചെയ്യല്ലേടി, അതാണ് ഇതാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉപദേശിക്കാൻ വേണ്ടേ? ശരി, അവള് പറഞ്ഞത്. എന്തായാലും അച്ചായൻ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഞാൻ മാറിയേക്കാം. ഇന്നോട്ട് ഞാൻ നന്നായേക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. കുടുംബത്തിലെ ഭദ്രതയ്ക്ക് ഏറ്റവും ബെസ്റ്റ് അതാ. എന്തായിക്കോട്ടെ. ഇനി ഞാൻ കാരണം ഈ കുടുംബത്തെ പ്രശ്നം വേണ്ട. ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. ഇനി നിന്റെ അപ്പനെ നീ നോക്കിയാ മതി. ഞാൻ കാരണം നിങ്ങൾ ചീത്തായിന്നോ നിങ്ങൾ പ്രശ്നം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ നിർത്തി. മതിയല്ലോ. അത് ഞാൻ ഇണ്ടാതെ സമ്മതിക്കില്ലല്ലോ അപ്പൻ. അല്ല, 2 സൗണ്ട് വേണം. സൗണ്ട് വരില്ലല്ലോ. അപ്പൊ മമ്മി മിണ്ടാതിരുന്ന സൗണ്ട്. ഇന്നോട്ട് ഞാൻ തീരുമാനം എടുത്തു. ഞാൻ വിടുന്നില്ല. പോരെ? ഇന്നൊരു രക്ഷയില്ലല്ലോ. കുലുങ്ങുന്നില്ലല്ലോ. എത്രയൊക്കെ ഒച്ച എടുത്തിട്ടും അവള് മിണ്ടാതിരിക്കുക. എങ്ങനെയെങ്കിലും ഒച്ച എടുപ്പിക്കണം. വഴക്കുണ്ടാക്കിയാലേ കാര്യമുണ്ട്. ഇവൾക്ക് എന്ത് പറ്റി? ഇവളെന്താ കുരങ്ങനെ പോലെ ഇരിക്കുന്നത്? ഒന്നും മിണ്ടുന്നുമില്ല. എന്താ
നീ എന്തൊന്നും മിണ്ടാത്ത പറയടി. നീ ഒന്ന് പറഞ്ഞിട്ട് പോയാ മതി. എന്താടി എന്താടി? പുലി പോലെ വന്നപ്പനെ അമ്മ എലി പോലെ വിട്ടല്ലോ. എന്ത് പറ്റി? നീയല്ലേ പറഞ്ഞു മിണ്ടാതിരിക്കണം മിണ്ടാതിരിക്കണം. ഞാൻ വായിൽ വെള്ളം വെച്ചിട്ട് മിണ്ടാതിരുന്നു. അപ്പം ദേഷ്യം കയറി എന്റെ മോനെ കുറിച്ച് തിരിച്ച് എന്റെ വായിലുള്ള വെള്ളം അപ്പന്റെ മുഖത്ത് വീണു. എന്റെ കുഴപ്പമില്ല, നീയല്ലോ മിണ്ടാതിരിക്കേ. ഞാൻ മിണ്ടാതിരിക്കുന്ന ഏക വഴി ഇതേ ഉള്ളൂ. അല്ലെ പിന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരും. എന്റെ കൺട്രോൾ അങ്ങ് പോകും. ഞാൻ കണ്ടുപിടിച്ച വഴി ഏതായിരുന്നു? വായിൽ വെള്ളം വെക്കുക. വീണ്ടും എന്റെ മോനെ തിരിച്ച് മോനെ പോയി. ഇനിയല്ല ഏരിയ വരില്ല. ഒരു ആവശ്യമില്ലാത്ത പണിയാണ് ഞാൻ കാണിച്ചത്. ആർക്കൊരു ദ്രോഹം ചെയ്യാതെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവളുടെ വായിക്കകത്ത് പോയി വെറുതെ അണ്ണാക്കി കോരിട്ടിളക്കി അവളുടെ വായിലുള്ള വെള്ളം മൊത്തം മോന്തയ്ക്കും വീഴിച്ച് ഇനി ഒന്നിനും പോകണ്ട. ഇല്ലാതിരുന്നാലും